മനസ്സിൻ്റെ സ്വപ്നതര സഞ്ചാരങ്ങൾ ഭാഗം 3. അനവധിയായ രൂപങ്ങൾ പേറി ജന്മാന്തരങ്ങൾ താണ്ടിയുള്ള യാത്രയിൽ ജീവന് സാധ്യമായ ശക്തമായ പ്രവർത്തനങ്ങളെക്കുറിച്ചും അതുവഴി പ്രകൃതിയിൽ നിന്ന് സ്വന്തമാക്കിയ കേവലമായ ഭൗതിക നേട്ടങ്ങളെക്കുറിച്ചുമുള്ള ബോധമാണ് അഹങ്കാരം എന്ന മാനസികാവസ്ഥ. അഹങ്കാരമായി പ്രവർത്തിച്ചു നിൽക്കുന്ന ബോധതലത്തിന് താൻ തന്നെയായിരിക്കുന്ന ജീവനെക്കുറിച്ചോ ജീവന്റെ ലക്ഷ്യത്തെക്കുറിച്ചോ പരിസമാപ്തിയെക്കുറിച്ചോ അറിയാൻ കഴിയാതിരിക്കുക എന്ന അവസ്ഥയിലാണ് പ്രവർത്തനക്ഷമം ആയിരിക്കാൻ കഴിയുന്നത്. ആദ്യന്ത്യങ്ങൾ കാണാനാവുന്ന അവസ്ഥയിൽ ജീവിതത്തിൽ വന്നുപെടുന്ന നേട്ടങ്ങൾ എന്നത് പ്രപഞ്ചത്തിന്റെ സ്വത്താണെന്നും ജീവനാകുന്ന താൻ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന മഹാസങ്കല്പശേഷിക്കൊത്ത് പ്രവർത്തിക്കേണ്ടതും അതിൽ ലയിച്ചു ചേരേണ്ടതും ആണെന്ന അറിവിൽ അഹങ്കാരം എന്ന മാനസികാവസ്ഥ ദുർബലമാവുകയും ഞാൻ എന്ന ഭാവം അപ്രസക്തമാവുകയും അസ്തമിക്കുകയും ചെയ്യുന്നതായി വരുന്നു. ഇവിധം അഹങ്കാരം എന്ന കേവലമായ ഭൗതികതയെ ഉൾക്കൊണ്ടു നിൽക്കുന്ന ബോധതലം എന്ന നിക്ഷിപ്തോർജം നവീനമായ പ്രവർത്തനങ്ങളും അനുഭവങ്ങളും ലക്ഷ്യബോധവും കൊണ്ട് പരിവർത്തിതമായി അറിവിൻ്റെ വിവിധ ഘട്ടങ്ങൾ കടന്ന് ജ്ഞാനമണ്ഡലത്തിൽ എത്തുന്ന ജീവനിൽ അഹങ്കാരം എന്ന അവസ്ഥ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. മിക്കപ്പോഴും കടുത്ത പിഴകളെ വരുത്തി വയ്ക്കുന്ന അഹങ്കാരം എന്ന മാനസികാവസ്ഥ വാസ്തവത്തിൽ തീർത്തും അനാവശ്യമായ ഒന്നാണ് എന്ന് പറയാനും കഴിയുന്നതല്ല. വേദനകളായിത്തീരുന്ന അനുഭവങ്ങളിലൂടെ അഹങ്കാരം എന്ന ഊർജാവസ്ഥ സാവധാനം പരിവർത്തന വിധേയമാവുകയും നന്മയ്ക്കായി വിനിയോഗിക്കപ്പെടുകയും ചെയ്യുന്നു. സാഹചര്യാനുസൃതമായി ഊർജം ഏതവസ്ഥയിലേക്കും പരിവർത്തിതമാകാവുന്നത് ആയതുകൊണ്ട് വ്യക്തികളിൽ സ്ഥിതി ചെയ്യുന്ന പ്രവർത്തനശേഷിയും കേവലമായ ഭൗതിക നേട്ടങ്ങളെപ്പറ്റിയുള്ള ബോധവുമാകുന്ന അഹങ്കാരം എന്ന നിക്ഷിപ്തോർജത്തെ യഥാർത്ഥ മാർഗം കണ്ടറിഞ്ഞ മനസ്സുകൾ കൊണ്ട് നിയന്ത്രിച്ച് പരിവർത്തിതമാക്കുന്ന പ്രവർത്തനഗതിക്ക് ഊർജമുള്ളതും തിളങ്ങി നിൽക്കുന്നതും നശിക്കാത്തതുമായ തലമുറകളെ സൃഷ്ടിക്കുന്നതിന് സാധ്യമാവുകയും ചെയ്യുന്നു. നിക്ഷിപ്തമായ അഹങ്കാരവും സ്മൃതി എന്ന അനുഭവ സമ്പാദ്യവും എന്തിലും കടന്നു കയറാനുള്ള സൂക്ഷ്മ വിശകലന ശേഷിയും ഒത്തൊരുമിച്ച് മനസ്സിൽ തന്നെ പാകപ്പെടുന്ന ബുദ്ധിവൈഭവം എന്ന സമ്പാദ്യം വ്യക്തിയാവുന്ന ജീവനെ പ്രവൃത്തികളിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഒരു ജീവൻ ജീവിയായി പ്രവർത്തിച്ചു നിൽക്കുമ്പോൾ ലഭ്യമാവുന്ന എല്ലാ തരത്തിലുമുള്ള ശേഷികളെയും ജീവന്റെ തന്നെ കഴിവുകളെയും ഉപയോഗിച്ച് വീണ്ടും ജീവന് ഗുണകരമാക്കുന്ന മാനസികമായ ക്രമീകരണങ്ങളെ ബുദ്ധിയായി കാണാനാവുന്നു. ഇവിധമുള്ള ബുദ്ധിക്ക് സാധ്യമാവുന്ന പരമാവധി ശേഷി എന്നത് സ്ഥൂലരൂപമായി നിലകൊള്ളുന്ന ഊർജവിശേഷങ്ങളുടെ പരമാവധി ഉപയോഗം എന്ന അവസ്ഥ വരെയാണ്. ബുദ്ധ്യാതീതം എന്ന് പറയാവുന്ന ജ്ഞാനമണ്ഡലത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ കടക്കുന്ന മനസ്സ് കാരണോർജമായി തീരുകയും പ്രകൃതിയുടെ ഗുണവിശേഷങ്ങളുമായി ലയിച്ചു നിന്ന് പ്രകൃതിയായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പ്രകൃതിയായി പ്രവർത്തിക്കുന്ന അവസ്ഥയിലെത്തുന്ന ജീവശേഷിക്ക് ബുദ്ധി എന്ന് വിളിക്കാവുന്ന വൈഭവം ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ ബുദ്ധി എല്ലാം അറിയുന്ന ജ്ഞാനമായി പരിണമിച്ച് നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. മുമ്പേ കടന്നുവന്ന ജീവന്റെ അനുഭവങ്ങൾ മുഖാന്തരമുള്ള മനസ്സിൻ്റെ സംഭരിത ശേഷിക്കും അത് നിമിത്തമുള്ള വിവേകാവിവേകങ്ങൾക്കും വർത്തമാനാവസ്ഥയിലൂടെ ജീവൻ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾക്കുമൊത്ത് ഒരു ജീവൻ നന്മയുള്ളവനോ ഭീകരനോ ബുദ്ധിമാനോ പണ്ഡിതനോ പാമരനോ ജ്ഞാനിയോ അജ്ഞാനിയോ ഒക്കെയായി പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു. ജീവനെ സ്വാധീനിച്ച് നിയന്ത്രിക്കുന്ന മനസ്സിൻ്റെ കടന്നുപോകുന്ന അവസ്ഥകളിലെ അനുഭവവും പരിചയവുമായി ജീവനിൽ പതിഞ്ഞുകിടക്കുന്ന സൂക്ഷ്മരേഖകളാണ് ഒരു വ്യക്തിയുടെ സ്മൃതി മണ്ഡലം എന്നത്. ഏതൊരു സാഹചര്യത്തിലും വേണ്ടപ്പെട്ടവരോടും അന്യരെന്ന് പറയാവുന്നവരോടുമൊക്കെ പെരുമാറേണ്ടത് എങ്ങനെയെന്ന് തീരുമാനിക്കാൻ ജീവൻ പ്രാപ്തമാവുന്നത് സ്മൃതിമണ്ഡലത്തിലെ സൂക്ഷ്മരേഖകളെ മനസ്സ് വിലയിരുത്തുന്നതിലൂടെയാണ്.
സ്മൃതിമണ്ഡലത്തിലെ സൂക്ഷ്മരേഖകളെ മനസ്സ് വിലയിരുത്തുകയും വർത്തമാനമായ സാഹചര്യങ്ങളെയും ആവശ്യങ്ങളെയും പരിഗണിച്ച് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് ബുദ്ധി തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. മനുഷ്യരിൽ കണ്ടുവരുന്ന ഭയവും ധൈര്യവും വിരോധവും സ്നേഹവുമൊക്കെ മുൻകാല പ്രവർത്തനങ്ങളിലൂടെ സ്മൃതിമണ്ഡലത്തിൽ പതിഞ്ഞ രേഖകളെ വിശകലനം ചെയ്തു സംഭവിക്കുന്ന മനസ്സിന്റെ നിലപാടുകളല്ലാതെ മറ്റെന്തെങ്കിലും ആവുന്നില്ല. തെറ്റ് ചെയ്തവനെന്നോ ദരിദ്രനെന്നോ ഒക്കെ പറയാവുന്ന അവസ്ഥകളിൽ പ്രവർത്തിക്കുന്നവരോട് അനുകമ്പയുള്ള സാധാരണ മനുഷ്യർ എല്ലാം തന്നെ മുജ്ജന്മത്തിലെങ്കിലും ഈ അവസ്ഥകളെ നേരിട്ടും വേണ്ടപ്പെട്ട മറ്റ് ജീവിതങ്ങളുടെ ദൈന്യത നേരിൽ കണ്ടും തീവ്രമായ വേദന അനുഭവിച്ചവരും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവരുതെന്ന് ആഗ്രഹിച്ചവരുമായ ജീവനുകളും മനസ്സുകളുമാണ്. എന്നാൽ അസാധാരണ മനസ്സാകുന്ന ഒരു ജ്ഞാനസ്വരൂപം കാര്യങ്ങൾ നിരീക്ഷിച്ച് അതിൻ്റെ കാരണങ്ങളെ കണ്ട് ആ ജീവനോട് എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തിരിച്ചറിഞ്ഞ് ജീവന്റെ യഥാർത്ഥ ഗുണത്തിന് വേണ്ടുന്നത് എന്താണോ അത് ചെയ്യുന്നു. ഭൂത വർത്തമാന ഭാവികളെ വിവക്ഷിക്കാൻ കഴിയുന്ന ത്രികാലബോധമുള്ള മനസ്സുകൾക്കും പക്ഷേ പ്രശ്നങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമെല്ലാം കടന്നു പോകാത്തവരാകാൻ കഴിയുന്നുമില്ല. ജീവൻ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറി പ്രവർത്തിക്കുന്നത് നിമിത്തമല്ലാതെ ഒരറിവ് കൂടുതലായി ലഭിക്കാത്തതുകൊണ്ട് സുഖങ്ങൾ പോലെ തന്നെ ഗതികേടുകളുടെ ഘട്ടങ്ങളും എല്ലാം തന്നെ അനുഭവിച്ച് കടന്നു വന്നവരാണ് ജ്ഞാനികൾ. ഏറെ ജന്മങ്ങളിലെ ക്രമീകൃതമായ പ്രവൃത്തികളുടെയും കഷ്ടപ്പാടുകളുടെയും ആകെയായ ഫലം എന്ന നിലയിലാണ് ഒരു ജീവൻ സുഖാനുഭവങ്ങളിലൂടെ ജീവിക്കാൻ പ്രാപ്തമാവുന്നത്. സ്വാഭാവികമായും സുഖകരമായ അനുഭവങ്ങളോടെ നിലനിൽക്കുവാനാണ് ജീവന്റെ ഇച്ഛ എന്നിരിക്കലും സുഖാവസ്ഥയ്ക്ക് അപ്പുറമുള്ള അനുഭവവും അറിവും എന്ന അവസ്ഥകളുണ്ടെങ്കിൽ ആ വഴികളിലൂടെയും ജീവന് കടന്നു പോകേണ്ടതായി തന്നെ ഇരിക്കുന്നു. സുഖാവസ്ഥയ്ക്ക് അപ്പുറമുള്ള അറിവുകളിലൂടെ സഞ്ചരിക്കാൻ നിർബന്ധിതമാവുന്ന ജീവന് അതിനൊത്ത അനുഭവതലങ്ങളിലൂടെ കടന്നു പോകേണ്ടതായി വരുന്നു. അറിവിൻ്റെ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ചുള്ള യാത്രയിൽ ജീവനും മനസ്സിനും വേദനയും ദുഃഖങ്ങളും നിരന്തരം അനുഭവമായി വരികയും ചെയ്യുന്നു. എന്നാൽ ഈ യാത്ര നൽകുന്ന വേദനകളും ദുഃഖങ്ങളും എന്നത് അടിസ്ഥാനപരമായി ജീവനും മനസ്സിനും നഷ്ടമായി തീരുന്ന യാതൊന്നുമാകുന്നില്ല. സുഖങ്ങളും സൗഭാഗ്യങ്ങളുമായി അനുഭവപ്പെടുന്ന ജീവനിലെ ഊർജ നിക്ഷിപ്താവസ്ഥ പരിവർത്തിതമാകുന്ന അനുഭവമാണ് വാസ്തവത്തിൽ ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിച്ച് മുന്നേറുന്ന ജീവന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളുമായി അനുഭവപ്പെടുന്നത്. വേദന എന്ന പ്രാപഞ്ചികമായ സൂക്ഷ്മാനുഭവത്തിലൂടെ സുഖാനുഭവങ്ങൾക്ക് ഉതകുന്ന ഊർജം പരിവർത്തിതമാവുകയും മുമ്പില്ലാത്ത വൈവിധ്യം ജീവന്റെ അറിവായും സമ്പാദ്യമായും വരികയും മനസ്സ് വിവേകത്തിലേക്ക് വരികയും പിന്നെ ത്രികാലബോധമുള്ളത് ആയിത്തീരുകയും ചെയ്യുന്നു. യഥാർത്ഥ മാർഗം കണ്ടറിഞ്ഞ മനസ്സുകൾ കൊണ്ട് സാധാരണ മനസ്സുകളെ നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയും ജീവന്റെ നിക്ഷിപ്ത യോഗ്യത എന്ന നിലയിലും ഓരോ ജീവനിലും വന്നണയുന്ന ഗുണവിശേഷങ്ങൾക്ക് ആനുപാതികമായി അതിനൊത്ത പഥങ്ങളിലൂടെ മനസ്സുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും സ്വപ്നങ്ങളായും ചിന്തകളായും അനുഭവത്തിൽ വരികയും ചെയ്യുന്നു. പുണ്യം എന്ന ഭൗതിക സമ്പാദ്യങ്ങളുടേതായ അവസ്ഥ കടന്ന് ജ്ഞാനമണ്ഡലത്തിൽ പ്രവേശിച്ചുള്ള മനസ്സിൻ്റെ യാത്രയിൽ കണ്ടെത്തുന്ന ഊർജകാരണമായി നിൽക്കുന്ന സൂക്ഷ്മജീവനുകളും മനസ്സുകളും മിക്കപ്പോഴും നന്മയുള്ളതായിരിക്കുമെന്ന് വരുന്നു. സ്വാഭാവികമായും ജ്ഞാനമണ്ഡല പ്രാപ്തമായ ഓരോ മനുഷ്യനും മുമ്പ് കണ്ടതിനേക്കാൾ വ്യത്യസ്തമായ നന്മയുള്ള സ്വപ്നങ്ങൾ കാണുന്നവരും ഉജ്ജ്വലമായ ചിന്തയും ത്രികാലബോധവും ഉള്ളവർ ആയി വരികയും ചെയ്യുന്നു. എല്ലാം പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ ജീവന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയും പ്രവർത്തനങ്ങളും ആകുന്നതുകൊണ്ട് പൂർണ്ണപ്രാപ്തിയിൽ എത്തുന്ന മനുഷ്യ മനസ്സിന് വ്യക്തമായ സ്വപ്നം പോലെയോ ദൃശ്യമായ രൂപങ്ങൾ പോലെയോ പ്രപഞ്ചത്തിലെ ഓരോ സൂക്ഷ്മ ജീവവിശേഷത്തെയും കണ്ടെത്തുന്നതിന് സാധ്യവുമാകുന്നു.